ഇന്നിപ്പം ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന ദിവസമാണ്. സുരേന്ദ്രൻ, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം? ബജറ്റ് ഒരു ഡേ ഡ്രീം ബജറ്റ് എന്ന് ഞാൻ പറയും. ഒരു പകൽക്കിനാവാണത്. എല്ലാം വെറും ഒരു ഷോ അല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ പണം എവിടെ എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൊടുത്താൽ മതി. അല്ല, അതിലും അല്ലല്ല അതിലും പൊളിഞ്ഞു പോയല്ലോ. 20,000 കോടി കിട്ടാണ്ടെന്നാണല്ലോ ആദ്യം പറഞ്ഞത്. സുപ്രീം കോടതി പോയില്ലേ? നിങ്ങൾ എന്തിനാ മണ്ടതിരുമേനി ആ കാര്യമൊക്കെ അവരോട് പറയാൻ പോയത്? സുപ്രീം കോടതി വലിച്ചേറി കൊടുത്തു. ഇപ്പൊ സുപ്രീം കോടതി നിങ്ങളുടെ അവിടെ സെറ്റിൽ ചെയ്യണം എന്നാണ് പറഞ്ഞത്. താങ്കൾ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തനാണല്ലോ. 20,000 കോടി പോയി, 20,000 കോടി ഇല്ലപ്പോ. അല്ല, അതിനെപ്പറ്റി തർക്കം വേണ്ട. കേന്ദ്രം കൊടുത്താലും ഇവർ രക്ഷപ്പെടില്ല. ഇതാണ് കാരണം കേന്ദ്രം കൊടുത്തതൊന്നും ഫലപ്രദമായി നടപ്പാക്കാത്ത ഒരു ഗവൺമെന്റാണിത്. പഠിച്ച കള്ളനാവൻ. ഇഷ്ടം പോലെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. 2004 മുതൽ 14 വരെ എത്ര കൊടുത്തോ അതിന്റെ 5 ഇരട്ടി കൊടുത്തിട്ടുണ്ട്. ടാക്സ് ഷെയറിലും അല്ലാത്തതിലും. ഓ, അതിന് മാത്രമൊന്നും ഇല്ലെന്നേ. എന്നാലും എത്ര ഉണ്ട്? ഇനി GST കോമ്പൻസേഷൻ പറഞ്ഞത് മുഴുവൻ കൊടുത്തിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് ഏറ്റവും കൂടുതൽ വാങ്ങിയ സ്റ്റേറ്റ് കേരളമാണ്. ഇതെല്ലാം വസ്തുതയാണ്. പിന്നെ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. കിട്ടിയത് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമുണ്ട്. ഒക്കെ ഇങ്ങക്ക് വേണ്ടിയാ ആ വിചാരം ഇങ്ങക്ക് ഉണ്ടായാൽ മതി. ഇതെല്ലാം വർത്തമാനത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. ഒന്നും തന്നിട്ടില്ല. കിട്ടിയില്ലടാ. ആണോ? ഏതാണ്ട് 2 ലക്ഷം കോടി ഉറുപ്പിക കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് യഥാർത്ഥത്തിൽ കിട്ടേണ്ടുന്ന പണം തരാതിരുന്നതാണ് കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം. അല്ലാതെ എനിക്ക് പണി അറിയാത്തോണ്ടല്ല. അതുകൂടി കിട്ടിയിരുന്നുവെങ്കിൽ ഈ കേരളത്തിന്റെ അവസ്ഥ വലിയ രീതിയിൽ വീണ്ടും മാറുമായിരുന്നു. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി ഇപ്പൊ എന്റെ സ്ഥിതി ആണ് നമ്മുടെ മുമ്പിലുള്ള ഒരു ചിത്രം. കേരളത്തിൽ ഇപ്പോഴും രക്ഷപ്പെട്ടു നിൽക്കുന്നത് പുതിയ വിഭവങ്ങൾ കണ്ടെത്തിയിട്ടും അതുപോലെ തന്നെ കുടിശ്ശികൾ കൃത്യമായിട്ട് പിടിച്ചെടുത്തും കൊണ്ടാണ്. അതായത് ഒരു കാര്യം ഞാൻ പറയാം. മുമ്പത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കിയിട്ട് പിന്നെ വന്ന തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും അതിന്റെ ഫലം ആവർത്തിച്ചിട്ടില്ല. 2019 48% വോട്ടും 19 സീറ്റും UDF-നായിരുന്നു. 5 മാസം കഴിഞ്ഞപ്പോൾ 2 ബൈ ഇലക്ഷനിലും LDF ജയിച്ചു 1. ഇനി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദ മാഷിക്കും ഭൂരിപക്ഷം കിട്ടില്ല, സണ്ണി ജോസഫ് സാറിനും ഭൂരിപക്ഷം കിട്ടില്ല. അങ്ങനെ സംഭവിക്കില്ല. സംഭവിക്കും. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. ജമാഅത്ത് ഇസ്ലാമിന്റെ വോട്ടും കൊണ്ടാണല്ലോ ഇവർ വർഗീയതക്കെതിരായിട്ടുള്ള വലിയ ശക്തിയായ പ്രചാരണം ഞങ്ങൾ പറയാ. അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ കടുത്തായിട്ട് വരും. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. യാതൊരു മാറ്റവും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള പ്രയാസവും ഇല്ലാതെ ജമാഅത്തെ ഇസ്ലാമി വർഗീയത പറഞ്ഞ സജി ചെറിയാൻ എന്ന് പറഞ്ഞു അത് പിൻവലിച്ചു. ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമിന്റെ മന്ത്രിയാണ്, ഒരു ഭാഗത്ത് RSSന്റെ പിൻവലിച്ചു പോയി. ഇത് രണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്ന ജാതിയാണ്. ജമാഅത്തെ ഇസ്ലാമി ഇവിടെയും PFI ഇവിടെയാണ്. അതാ വ്യത്യാസം. ജമാഅത്തെ ഇസ്ലാമി ഇവിടെ, PFI ഇവിടെ. മനസ്സിലായി. ഒക്കെ ഒരു കയ്യാ. എത്ര സ്ഥലത്ത് ഈ കാര്യം ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയവാദ പ്രസ്ഥാനത്തിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞത് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവാണ്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? കേട്ടോടാ. അതൊക്കെ എന്നെ പറ്റി അസൂയാലുക്കൾ പറഞ്ഞുണ്ടാക്കുന്നതാണ്. നിങ്ങൾ തള്ളി പറയാണ്. നിങ്ങളുടെ കൂട്ടുകെട്ട്, നിങ്ങളുടെ കഴിഞ്ഞ കാല കൂട്ടുകെട്ട് നിങ്ങളെ തിരിഞ്ഞുകുത്തും. അത് മാത്രമേ ഞങ്ങളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. കേട്ടില്ലേ? ഞങ്ങളൊരു കൂട്ടുകെട്ട് ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. സുരേഷേ വേണ്ട. ഇതുവരെ നിങ്ങൾ കൂട്ടുകെട്ട് ഉണ്ടാക്കി ഇന്നേ വരെ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ ഉണ്ടാക്കിയിട്ടില്ല. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിങ്ങൾ രണ്ടാളും ഒരു മാലാക ചമയണ്ട. രണ്ടാളും ഇതിന്റെ ഉസ്താദുമാരാണ്. വർഗീയ കക്ഷികളെ, ഭീകരവാദികളെ. നിങ്ങൾ രണ്ടാളുടെയും കൂട്ടും കൂടിയാട്ടവും ഒക്കെ ഞങ്ങൾ ഒരുപാട് കണ്ടതാ. ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ കൈയോടെ പിടികൂടി നോക്കാമെന്ന് കരുതിയത്. ഇവരും കണക്കാണ്. കിട്ടാൻ പാടില്ലാത്ത ആൾക്കാരാണെങ്കിൽ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി അവരുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് സതീശൻ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണ്? അത് നാട്ടുകാരുടെ മുമ്പിൽ ഒരു ഉത്സാഹിയായിട്ട് നിന്നാലല്ലേ അടുത്ത തിരഞ്ഞെടുപ്പിനെങ്കിലും ഒന്ന് കടന്നുകൂടാൻ പറ്റും. ആരുണ്ടായിട്ട് എന്താ കാര്യം? മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകാൻ ഒരു നിമിഷം പോരെ. എന്തിനാണ് അവർക്ക് വെള്ള പൂശുന്നത്? അവരെന്താ ചെയ്യുന്നത്? അവരുമായിട്ട് യാതൊരു സഖ്യത്തിലും ഞങ്ങൾ ഏർപ്പെട്ടിട്ടില്ല.
കള്ളം പറയുന്നു ആളുകൾ പലതും പറയുന്നുണ്ട്. ഇതൊന്നും ഇല്ലാത്തല്ല ഉള്ളത് തന്നെ. സഖ്യത്തിന്റെ സതീശൻ പ്രശ്നമല്ല. പറഞ്ഞത് CPM-ന്റെ നേതാക്കന്മാര് അവരുമായിട്ട് ചർച്ച നടത്തിയതിന്റെ വാർത്ത കട്ടിംഗ് ഉൾപ്പെടെയാണ് സതീശൻ CPM-ന്റെ ആക്ഷേപത്തിന് ആവട്ടെ, മറുപടി ഞാൻ പറഞ്ഞ അങ്ങനെ തടി വരാൻ നോക്കണ്ട. എന്തിനാണ് അവർ വൈറ്റ് വാഷ് ചെയ്യുന്നത്? അല്ല, മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചില്ല എന്ന് അദ്ദേഹം ജനാധിപത്യ നേതാവ് തന്നെ പറഞ്ഞു. ഇല്ല, ഒരിക്കലും എന്നിട്ട് ഒരു മറുപടി പറഞ്ഞില്ല. അത് ഒരിക്കൽ ഞാൻ പറയാം. ഇപ്പൊ വേണ്ട. ചോദിക്കുന്ന ഉത്തരം പറയുന്നത് പറഞ്ഞിട്ടില്ല. CPM ആണ് അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകിയത് ഞങ്ങൾ ഒരിക്കലും എന്നാണ് പ്രതിപക്ഷ ഇനി നേതാവ് കൊടുക്കൂല. പറഞ്ഞിട്ടുള്ളത്. അതാണ് കറക്റ്റ്. CPM ആദ്യം സർട്ടിഫിക്കറ്റ് നൽകി, ഇപ്പൊ ഇവരുടെ അതാണ് ഞങ്ങൾ പറഞ്ഞത്. കണ്ടു കാണുമെന്തോ ശിവനെ. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. നടക്കുന്നത് ഞാൻ സുരേന്ദ്രനോട് ഡയറക്റ്റ് ചോദ്യം ചോദിക്കട്ടെ. അല്ല, ഒരു കാര്യം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, ഞങ്ങൾക്ക് രണ്ടാക്കും ജയിക്കാൻ സാധിക്കില്ല, ഞങ്ങളാണ് ജയിക്കാൻ പോകുന്നത് എന്ന് BJP-ക്കാർ പറഞ്ഞല്ലോ. മനസ്സിലാക്കിയ ഒരു സത്യം പറഞ്ഞു പോയതാ മുതലാളി. കളിച്ച് കളിച്ച് ആശാന്റെ അടുക്കളയിൽ കയറി കളിച്ചു തുടങ്ങിയല്ലോടാ അന്ത്രോ. അതും ഈ പറഞ്ഞതിനേക്കാളും കഷ്ടമാണ്. ഒരു മാസത്തിനകം ഞാൻ സാറിന് ഒരു ലെവലാക്കും. ഞാൻ പറയാം അത് ത്രിപുരയിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബംഗാളിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ ഞങ്ങൾ കേരളം ബംഗാൾ ത്രിപുര എല്ലാം വേറെ വേറെയാണ്. ഒരു സംശയം വേണ്ട. നിങ്ങൾക്കൊന്നും ഒരു തരത്തിലുള്ള നിങ്ങളെ പണി കഴിയും. ഇവർക്ക് ഭൂരിപക്ഷം കിട്ടാനും പോകുന്നില്ല. വേൾഡിൽ ഇതുപോലത്തെ ഒറ്റ പീസേ ഉള്ളൂ. ഇതുകൂടെ തീർന്നാ വംശനാശം. നിങ്ങളെ പണി കഴിയും. ഇവർക്ക് ഭൂരിപക്ഷം കിട്ടാനും പോകുന്നില്ല. BJP-ക്കൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയോ പിന്നെ തിരുവനന്തപുരത്ത് ഞങ്ങൾ ജയിച്ചത് നിങ്ങളുടെ ഔദാര്യം കൊണ്ടാണ്. ഒരു ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. ആശാനെ കാര്യം പറയുമ്പോ കോണാമ്പൊക്കെ കാണിച്ചിട്ട് കാര്യമില്ല. എനിക്കും തോന്നുന്നു ഞാൻ അല്ല ഇത് പറഞ്ഞത് ഈ 3 പേരിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം സുരേന്ദ്രനാണെന്നുള്ളതാണ് എനിക്കും ഒരു സംശയമില്ല. അല്ല, നിങ്ങളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് വേറെന്തൊക്കെ അർത്ഥം തോന്നുന്നു. സൽഗുണന്റെ ജോയിന്റിൽ ഓയിൽ അടിക്കല്ലേ. ഞാൻ പറഞ്ഞത് LDF-നും UDF-നും ഈ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം കിട്ടില്ല. BJP 30-35 മണ്ഡലങ്ങളിൽ അതിശക്തമായിട്ടുള്ള നിർണായകമായിട്ടുള്ള സ്വാധീനമായിരിക്കും. ഇവിടെ ഞാനൊരു കലക്ക് കലക്കും എന്റെ കറവേട്ടാ. അതാ ഞാൻ പറയണത്. തിരുവനന്തപുരത്ത് എങ്ങനെയാണോ ഞങ്ങൾ ജയിച്ചത്, ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം UDF-നേക്കാൾ പ്രതിഫലിപ്പിക്കാൻ ഓൾട്ടർനേറ്റീവ് BJP ആണെന്ന് തിരുവനന്തപുരം ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ കഴിഞ്ഞു. അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. അങ്ങനെ ഒരു 10-30 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യമായിട്ട് മുമ്പോട്ട് വരും. നിങ്ങളെ രണ്ടുപേരുടെയും സാധ്യതകളെ തച്ചുടയ്ക്കാൻ കഴിയുന്ന ഞങ്ങൾ മാറും. നമുക്ക് നോക്കാം. ഇതാണ് ഭായി കാര്യം. വെട്ടൊന്നും മുറി രണ്ട്. അതെ, ഇവൻ ഇത്രയും വലിയ ആളായ